രാജ്യസ്നേഹത്തിൻ്റെ ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളൊരു ജവാനാണെന്നുള്ളൊരു മൈൻഡ് സെറ്റായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ചേട്ടാ, ബേസിക്കായിട്ട് ഞാൻ ശരിക്കും എറണാകുളമാണ്. പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ പാലക്കാട് അപേക്ഷിച്ച് നല്ലതാണ്, നമ്മുടെ ഒരു ഏരിയ നല്ലതാണ്. ഈ പുതിയ ഡെവലപ്മെന്റ്സ് എന്തൊക്കെ കൊണ്ടുവന്നാൽ നന്നായിട്ടുണ്ടാവും എന്നുള്ളൊരു അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് മീൻസ് ഒരു ടൗൺ ഏരിയയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞോന്ന് എനിക്കറിയില്ല. അതിപ്പോൾ ഒരു 4-5 മാസം മുമ്പ് എന്തോ ആണ് അതിൻ്റെ ഇത് കഴിഞ്ഞത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സിനിമ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ അത് നമ്മൾ എടുക്കുന്ന പോലെയാണല്ലോ. നമ്മളൊരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു സിനിമ ഒരു മോഹൻലാലിൻ്റെ സിനിമ ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരു കമാൻഡോ ആയിട്ടായിരിക്കാം. രാജ്യസ്നേഹത്തിൻ്റെ ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളൊരു ജവാനാണെന്നുള്ളൊരു മൈൻഡ് സെറ്റായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. നോർമലി ഇപ്പോൾ ഉണ്ണിമൂന്നൻ്റെ ഒക്കെ ഒരു സിനിമ വരുമ്പോൾ ഒരിക്കലും ആ ഒരു വയലന്റ് മോഡിലേക്ക് ചിന്തിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അത് ഡിപ്പെൻസ്, അത് ഓരോരുത്തരുടെ ഒരു ഇതുപോലെ ഇല്ല. ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ സ്ഥാപനം ദൃശ്യ മാർബിൾസ്, വടക്കഞ്ചേരി, ചിറ്റൂർ.